മലയാളി എന്നും ഓർക്കുന്ന കേൾക്കുന്ന വരികളാണ് ശ്രീ ബിച്ചു തിരുമലയുടേത്. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ ശ്രീ ബിച്ചു തിരുമല ഓണത്തെക്കുറിച്ച് ഭാരതകേസരി TV പ്രേക്ഷകരോട് സംവദിക്കുന്നു. നമസ്കാരം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഓണം. ഭാഗ്യവശാൽ ഒരു തിരുവോണ നക്ഷത്രത്തിൽ ഭൂജാതനാകാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ട് ആ പശ്ചാത്തലത്തിൽ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ ജഡ്ജി ശങ്കരപ്പിള്ള, ആദ്യകാലത്തെ ജഡ്ജിമാരിൽ ഒരാളായിരുന്ന ജഡ്ജി ശങ്കരപ്പിള്ള വാങ്ങി കെട്ടിടം വെച്ച് താമസിച്ചിരുന്ന സ്ഥലമാണ് ശാസ്തമംഗലത്തെ പട്ടാണിക്കുന്ന്. ആ പട്ടാണിക്കുന്നിനെ പറ്റിയും ഞാൻ പാട്ടുകളിലൊക്കെ പട്ടാണിക്കുന്ന് ഇറങ്ങി എന്നുള്ള പാട്ടുകളിലൊക്കെ അത് വരുന്നുണ്ട്. ആ പട്ടാണിക്കുന്നിലെ കുട്ടിക്കാലം, ഗ്രാൻഡ് ഫാദറിനെ കാണാൻ പോകുന്ന സമയം. പക്ഷേ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കൊച്ചു കുഴപ്പമുണ്ട്. ഞാൻ ജനിക്കുന്നതിന് 5 വർഷം മുമ്പ് അദ്ദേഹം ദിവംഗതനായി. പക്ഷെ കാണാൻ പോകുന്നത് അമ്മൂമ്മയെ കാണാനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ. ആ ഒരു സമയം അന്ന് ഒരുപാട് ഫോട്ടോകൾ അപ്പൂപ്പൻ്റെയൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നടന്ന് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിനോട് നന്ദിയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങാറുള്ളത്. അമ്മൂമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ, ആ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ഭർത്താവ് ജി ശിവരാമപിള്ള, കൊട്ടാരക്കര ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയും ഔദ്യോഗിക കാലം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ പോയി കണ്ട സ്ഥലങ്ങളിലൊന്നാണ് അടൂർ ഏഴംകുളത്തിനും പട്ടാഴിക്കും ഇടയ്ക്കുള്ള വേടമല എന്ന സ്ഥലം. വേടമല എന്ന് വെച്ചാൽ വേടന്മാരുടെ മലയാണോ അതൊന്നും അറിയില്ല. ഏതായാലും ഒരു കാലത്ത് നാടോടികളായിരുന്ന ആരുടെയൊക്കെയോ കുടുംബം അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ പിന്നീട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളവിടെ റബ്ബർ എസ്റ്റേറ്റും പിന്നെ ഈ എന്താ പറയുക തെങ്ങും കവുങ്ങും അങ്ങനെയൊക്കെ ഉള്ളൊരു എല്ലാം കൂടെ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന കാലത്ത് ജി ശിവരാമപിള്ള എന്ന് പറയുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ വാങ്ങിയ ആ സ്ഥലത്ത് വർഷങ്ങളോളം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കൂടെ ഈ പഠനമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴെല്ലാം പഠിക്കാൻ സ്കൂളിൽ വരുമ്പോൾ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. ആ സമയത്തെല്ലാം പട്ടാണിക്കുന്നും അടൂർ വേടമല എസ്റ്റേറ്റും ഒക്കെ തന്നെയായിരുന്നു എൻ്റെ കളിസ്ഥലങ്ങൾ. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ പിന്നെ അപ്പൂപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ജഡ്ജി ശങ്കരപ്പിള്ള, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും ശിവരാമപിള്ളയുടെയും മകളാണ് എൻ്റെ അമ്മ പാറുക്കുട്ടിയമ്മ. അതേപോലെ തന്നെ ആലുവായിലെ പ്രസിദ്ധനായ വാഗ്മിയും പണ്ഡിതനും വിദ്വാനുമായിരുന്ന വിദ്വാൻ CI ഗോപാലപിള്ളയുടെ മൂത്ത പുത്രൻ CG ഭാസ്കരൻ നായരായിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെയാണ് ഈ എവിടെയോ വെച്ച് ഇവർ തമ്മിൽ പരിചയമാവുകയും ഗ്രാൻഡ് ഫാദേഴ്സ് പരിചയമാവുകയും അങ്ങനെ ഈ ബന്ധം നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഏതായാലും അവരുടെ മൂത്ത മകനായിട്ട് ഞാൻ ജനിച്ചു, അതും തിരുവോണ നക്ഷത്രത്തിൽ തന്നെ. ബാല്യകാലത്തെ ഓണം ഒരു അറിവിൻ്റെ ബാല്യം കൂടെ അതിനകത്ത് വന്നിരുന്നു എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. കൗമാരപ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരനുഭവം, മാമ്പഴം എന്ന വൈലോപ്പിള്ളിയുടെ മനോഹരമായ കവിത അത് കഥാപ്രസംഗമാക്കാൻ പലരും വന്നിങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിക്കണം മോനെ കൊണ്ട് സ്കൂളിൽ. അങ്ങനെ അച്ഛൻ അത് മുഴുവൻ ഇരുന്ന് എഴുതി ആ മാമ്പഴം എന്നുള്ള കഥാപ്രസംഗം എന്നെക്കൊണ്ട് കാണാതെ പഠിക്കുക 1.5 മണിക്കൂർ 1 മണിക്കൂറായിട്ടുണ്ട്. അത് മുഴുവൻ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ എങ്ങനെ കാണാതെ പഠിക്കുക എന്നുള്ള കാര്യം ഞാനങ്ങനെ അത് സ്വായത്തമാക്കി. കുറേ നാൾ കൊണ്ട് തന്നെ ഞാനത് കാണാതെ പഠിച്ചു. അപ്പോൾ അവിടെ തന്നെ എൻ്റെ ഒരു
കൂട്ടുകാരൻ ശ്രീകണ്ഠൻ നായരുണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെ ഫാദർ ഹാർമോണിസ്റ്റാണ്. അദ്ദേഹത്തിനെ തന്നെ വിളിച്ചു, അദ്ദേഹം തന്നെ വന്നു. എല്ലാം കൂടെ അങ്ങനെ അത് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഈ കഥാപ്രസംഗം അങ്ങക്ക് നല്ല ഭംഗിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിച്ചു. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക അമ്മതൻ മണിക്കുട്ടൻ ഓടിച്ചെന്നെടുത്തു എന്നെടുക്കാൻ പോയി എന്താണ് അങ്ങനെ. പിന്നെ ആ അമ്മയുടെ മണിക്കുട്ടൻ അത് ഓടിച്ചെന്നെടുത്തപ്പോൾ ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. അതെ, മാമ്പഴമല്ല വീണത്, പൂങ്കുലയാണ്. ആ കുല ചെന്നെടുത്തപ്പോഴാണ് അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞത്. ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ, മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. അമ്മയുടെ ഈ ദേഷ്യപ്പെടൽ പെട്ടെന്ന് ഇത് പ്രതീക്ഷിച്ചതേ അല്ല അയാൾ. അപ്പോൾ ഈ ഇത് കേട്ടപ്പോൾ പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർത്തടാകമായി മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഇപ്പോൾ കവി ചോദിക്കുന്നതാണ് അടുത്തത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അങ്ങനെ കുറച്ച് നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ മണിക്കുട്ടൻ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവൻ പറഞ്ഞ പോലെ തന്നെ മാമ്പഴം പെറുക്കാൻ വന്നില്ല. മാമ്പഴം വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ കുഴിച്ചിടേണ്ടി വന്നു. ഒടുക്കം അതിൻ്റെ പുറത്ത് തന്നെ അവനെ കുഴിച്ചിട്ട് ആ സ്ഥലത്ത് തന്നെയാണ് ആദ്യത്തെ പഴം വീഴുന്നത്. ആ മാമ്പഴം വീണ് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആ ദുഃഖങ്ങളാണ്, ആ ദുഃഖവും സങ്കടവും ഞാനന്നത് പറയാൻ പാടില്ലായിരുന്നു എന്ന ആ വേദനയും എല്ലാം കൂടെയാണ് ആ കവിത. പുരത്തോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിതഫലം പോലുള്ള അപ്പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായ ചെന്നാൾ. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം. വാസ്തവമറിയാതെ നീരസം ഭാവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ നീ ഇത് നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാവും. ഒരു തൈക്കുളിർകാറ്റായി അരികെ തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു. ഇത് പറഞ്ഞു തീരുന്നത് വരെയും ഒരു കുഴപ്പവും കൂടാതെ മുഴുവൻ പോയി മൊത്തം നിശബ്ദരായി ജനം കേട്ടുകൊണ്ടിരിക്കുകയും ഒടുവിൽ കരച്ചിലും വരിയും ഒക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര തന്നെ അവിടെ നടത്തുകയും പിന്നെ അങ്ങോട്ട് ഇനി ഇതുപോലത്തെ ഇത് ബുക്ക് ചെയ്യാൻ തുടങ്ങി. ബുക്ക് ചെയ്യാമെന്ന പക്ഷം പറഞ്ഞത് അത് വേണ്ട, അങ്ങോട്ട് ഇനി ബുക്ക് ചെയ്യാൻ പഠിക്കാനുള്ളതാണ്, അത് വേണ്ട. അങ്ങനെ പിന്നീട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. എങ്കിലും ആ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പ് വിളമ്പിയെന്ന് മാത്രമേ ഉള്ളൂ. കൗമാരപ്രായവും കഴിഞ്ഞ് യൗവനത്തിൻ്റെ തുടക്കമാകുമ്പോൾ ആ സമയത്താണ് പല കാര്യങ്ങളും ഞാൻ എന്താണെന്നും ഞാൻ ആരാണെന്നും ഒക്കെ ഞാൻ തനിച്ച് മനസ്സിലാക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടാകുന്നത്. ആ കാലത്ത് ഈ എന്താ പറയണ്ടേ, നാടകങ്ങളുടെ കാലമായിരുന്നു. അപ്പോൾ ആദ്യത്തെ നാടകം ഞാൻ കാണുന്നത് എന്ന് പറയുന്നത് നാടകരൂപത്തിലല്ല, കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ നാടകരൂപത്തിലാക്കി ഞങ്ങളുടെ വിജയമോഹിനി മെൽസിന് അടുത്ത് തന്നെ അത് ആരൊക്കെയൊക്കെയോ ചേർന്ന് യൂത്ത് ആൾക്കാരെല്ലാം ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതേപോലൊരു നല്ല സാധനം വേറെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച കൂട്ടത്തിൽ
ഒരിക്കൽ അവിടെ അതിനടുത്ത് പൂജപ്പുര നടന്ന ഒരു സംഭവം അതെൻ്റെ മനസ്സിൽ വന്നു. ഊമയാണെങ്കിലും, ഊമ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഊമയല്ല, ഒരു പാതി ഊമ, അതുപോലെ തന്നെ പാതി കാഴ്ചയും ഉള്ള ഒരു പയ്യനുണ്ടായിരുന്നു പൂജപ്പുരയിൽ. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ചാടി കഴിച്ച് വന്ന് ഇറങ്ങി വന്ന് റോഡിലൊന്നും ഓടാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവൻ അതൊന്നും കേൾക്കില്ല, ബസ്സും ഒക്കെ വരുന്നതല്ലേ. അവനിറങ്ങി ഓടി വരികയും ഒരിക്കൽ ഒരു വണ്ടി വന്നിടിച്ച് അപ്പം തന്നെ തീരുകയും ചെയ്തു. അപ്പോൾ അത് എന്നെ ഒരുപാട് ദുഃഖം എൻ്റെ മനസ്സിലുണ്ടാക്കിയൊരു സംഭവമാണ്. ആ സംഭവം ഞാൻ നാടകരൂപത്തിലാക്കി. ആ നാടകം എവിടെയും അന്ന് അവതരിപ്പിക്കാനൊന്നും ഒന്നും പറ്റിയില്ല. പക്ഷേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ആകാശവാണിയുടെ ഒരു നാടക മേള അവിടെ നടക്കുന്നുണ്ട്. നാടകമേള എന്ന് വെച്ചാൽ വെറും മേളയല്ല, എല്ലാ ഭാഷയിൽ നിന്നുള്ള നാടകങ്ങളും ഒരുമിച്ച് സമ്മാനം കൊടുക്കുക. ഇപ്പം മലയാളത്തിൻ്റെ മാത്രമായിട്ട് സമ്മാനം വാങ്ങിക്കുക, തമിഴിൻ്റെ മാത്രമായിട്ട് സമ്മാനം, അത് അവിടെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഡൽഹിയിൽ വെച്ച് എല്ലാ നാടകങ്ങളും കൂടെ കാണിച്ച് ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം എനിക്കായിരുന്നു അന്ന് കിട്ടിയത്. വല്ലാത്ത ദുനിയാവ് എന്ന പേരിൽ ഒരു നാടകം. അതിലാണ് എൻ്റോടൊപ്പം MA പഠിച്ചിരുന്ന, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ BA പഠിക്കുമ്പോൾ MA പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഇന്ന് IAS ഓഫീസറൊക്കെയാണ്, ലളിതാംബിക, അതിനകത്തിൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ചു. അങ്ങനെ പലരും അതിനകത്ത് ആനേറെയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അവർ എല്ലാവരും കൂടെ ചേർന്ന് അഭിനയിച്ച് എനിക്ക് അവാർഡ്, എനിക്കെന്നല്ല എല്ലാവർക്കും കിട്ടും, അവാർഡ് വാങ്ങിത്തന്ന ആ നാടകമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അത് സത്യത്തിൽ ആ അവാർഡിനർഹൻ ഞാനാണോ കേശവദേവാണോ ആരാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ അവാർഡല്ലേ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എങ്കിലും ആ ഒരു ഓർമ്മ എന്നെ ഇപ്പോഴും എന്നല്ല എപ്പോഴും എന്നെ ബാധിക്കുന്ന ഒന്നാണ്. വളർച്ചയ്ക്ക് കാരണമായ സംഭവങ്ങളിലൊന്നാണത്. ഈ നാടകരൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് ഓണസമയത്താണ്. അതാണ് തിരുവോണത്തിനെ പറ്റിയുള്ള ഓർമ്മയിൽ എനിക്ക് വരുന്നത്. ഈ കവിത ഇതിനെ നാടകമാക്കി ആകാശവാണിയിൽ അവതരിപ്പിച്ചത് പുറത്തു വരുന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ചാണ്. അന്ന് ഓണത്തിന് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഈ നാടകം, ആകാശവാണി നാടകം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ മദ്രാസിൽ വന്നതിന് ശേഷമുള്ള ഓണത്തെപ്പറ്റിയുള്ള എൻ്റെ പാട്ടുകളാണ്. അന്നൊക്കെ സിനിമയിലൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു അതിശയം പോലെയാണ്. എങ്ങനെ പറ്റും, ഇതിന് സാധിക്കുമോ? എന്തായാലും ദൈവാധീനം കൊണ്ട് അതൊക്കെ സാധിച്ചു. എന്നാലും അതിനു മുമ്പ് ജയവിജയന്മാരുടെ സംഗീത സംവിധാനത്തിൽ അവരെ പരിചയപ്പെടേണ്ടതാണ് ഒരു വേറൊരു ഭാഗ്യം. ജയവിജയന്മാരുടെ സംഗീത സംവിധാനത്തിൽ ഞാൻ എഴുതിയ ഒരു പാട്ട് പീലിയില, ഏതോ ഒരു കൊളംബിയയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആഹ്ലാദം, സന്തോഷം അത് പറഞ്ഞറിയിക്കാനൊക്കുന്നതല്ല. തിരുവോണപ്പുലരി പിറന്നു, തൃക്കാക്കരയപ്പൻ ഉണർന്നു. ഇങ്ങനെ ഒരു പാട്ട്. പക്ഷേ ആ പാട്ടൊക്കെ വളരെ പ്രസിദ്ധമായി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പാട്ട് എഴുതാൻ അറിയാമെന്നുള്ളൊരു വിശ്വാസം, പാട്ട് എഴുതാൻ പറ്റും, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം വരുന്നത് ഇങ്ങനെയുള്ള ഈ എന്താ പറയുക റെക്കോർഡുകളിൽ കൂടെ. ആ അനുഭവം രവീന്ദ്രനുമായിട്ട് ചേർന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് രവീന്ദ്രനുമായിട്ടൊരു മ്യൂസിക് ചെയ്യേണ്ടി വന്നു. അത് ഇപ്പം ഞാൻ വിചാരിച്ച എല്ലാം നമ്മൾ തിരുവോണം കൂടുന്നതെല്ലാം ഇവിടെ ഇന്ത്യയിൽ തന്നെയാണല്ലോ, തിരുവോണത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ. നമുക്കൊന്ന് പുറത്തു പോയാലോ, ഓണം അവിടെയും ഉണ്ടാവണം, അല്ലെങ്കിൽ ഓണത്തിന് തിരിച്ചു വരാം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് നേരെ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. അകലെ മലയാളം ചൊല്ലും നാടാണെന്നാട്.
അതുപോലെ തന്നെ പിൽക്കാലത്ത് ഒരുപാട് കാസറ്റുകൾക്ക് വേണ്ടിയും ചിത്രങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഓണം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓർമ്മിക്കാവുന്ന ഒരു സിനിമയിൽ വന്ന പാട്ടുകളിലൊന്നാണ് ഈ MS വിശ്വനാഥനും ആയിട്ട് ചേർന്ന് അദ്ദേഹം ചെയ്ത ഈണത്തിനനുസരിച്ച് ഞാനും MS വിശ്വനാഥനും പിന്നെ ജയചന്ദ്രനും അമ്പിളിയും ചന്ദ്രമോഹനും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പാടിയൊരു പാട്ട്. സത്യത്തിൽ അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിപ്പോയി. കാരണം MS വിശ്വനാഥനൊന്ന് പരിചയപ്പെടാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അല്ലാത്ത കാലത്താണ് ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം തന്നെ വരുന്നതും അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പാടാനുള്ള അവസരം ഉണ്ടാക്കുന്നതും അതൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കിട്ടിയ വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലൊന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ആ പാട്ട് തുടങ്ങുന്നത് ഏതാണ്ട് ഓണം വന്നേ പൊന്നോണം വന്നേ അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. വെല്ലുവിളി എന്നുള്ള പടത്തിനതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പാടിയ പാട്ട് എന്ന് പറയുന്നത് കാട്ടിൽ കിടന്നഞ്ചാറിൽ കൂടിക്കടൽ ഉഴുതു കാലത്തിളവിത്തിട്ടു വൈകിട്ടടയ്ക്ക കാച്ചു തൊണ്ടിപ്പറിച്ചപ്പോൾ അരമുറം നിറയെ മാങ്ങ തോലു കളഞ്ഞപ്പോൾ 500 പറങ്കി കപ്പൽ വലിച്ചങ്ങ് തലമല മുകളിൽ കെട്ടി കായങ്കുള്ളത്തല്ലോ കടുവായും പുലിയും പെറ്റു. ഇങ്ങനെ ഈ മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് നാടൻ പാട്ടുകളെ കൂട്ടി ഇണക്കിയിട്ട് ഞാൻ ചെയ്തൊരു ഇതാണ് ആ പാട്ട്. എന്തായാലും ആ പാട്ടും ആ കാസറ്റും ഒക്കെ ഹിറ്റായി. ഏതായാലും അങ്ങനെ എൻ്റെ ഈ സിനിമ ലൈഫിലേക്ക് ഞാൻ അറിയാതെ കടന്നു വന്ന മുഹൂർത്തങ്ങളായിരുന്നു അതെല്ലാം. സിനിമാ ഗാനത്തിലൂടെയും സിനിമാ നാടൻ പാട്ടുകളിലൂടെയും ഇപ്പോൾ കാസറ്റ് ഗാനങ്ങളിൽ കൂടിയും പ്രത്യേകിച്ച് അതിനു വേണ്ടി തന്നെ ഈ HMVക്ക് വേണ്ടി നമ്മുടെ AVM വേണ്ടി പിന്നെ തരംഗിണിക്ക് വേണ്ടി രഞ്ജിനിക്ക് വേണ്ടി ഒക്കെ ഇങ്ങനെ ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി ഞാൻ പാട്ടെഴുതി. എൻ്റെ ഈ വളർന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള ശരിയായ കഥകളാണിതെല്ലാം. ഞാനല്ലാതെ ആരുടെയും പുറകെ പോയി എനിക്കൊരു ചാൻസ് എന്ന് ചോദിച്ചു പോയിട്ടേയില്ല. ഇതെല്ലാം എന്നെ തേടി വന്ന ചാൻസുകളാണ്. അത് എനിക്ക് കിട്ടിയ ഒരു പുണ്യമായിട്ട് തന്നെ ഞാൻ കരുതും. ഇങ്ങനെ എത്രയോ ഓണം കാസറ്റുകൾ അതുപോലെ തന്നെ പല സിനിമകൾ ഇതൊക്കെ വേണ്ടി ഞാൻ ഓണപ്പാട്ടുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആ ഓണപ്പാട്ടുകളുടെ കേട്ട് വളർന്ന മലയാളികൾക്ക് എൻ്റേതായ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു സംഭാവന എന്ന് തന്നെ പറയട്ടെ. ഈ വാക്കുകളുടെ സംഭാവന. ഓണം എല്ലാ വർഷവും വരും പോകും. അത് സത്സ്വഭാവിയായിരുന്ന ഒരു മഹാരാജാവിനെ പാതാളത്തിലേക്ക് അയച്ച ഒരു സംഭവമാണ് ഓണം. അത് ആണ്ടിലൊരിക്കൽ തിരിച്ചു വരാൻ അനുമതി കൊടുത്ത് അയച്ച ഒരു സംഭവമാണ് തിരുവോണം. ഈശ്വരൻ കനിഞ്ഞിട്ടാണോ എന്തോ അതേ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്തായാലും ആ ഓണത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് തന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.